നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്നത് ചരട് ജപിച്ച് കിട്ടുന്നതിനെ കുറിച്ചിട്ടാണ്. മിക്ക ആൾക്കാരും ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ ചരട് ജപിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് വല്ല ശക്തി വല്ലതും ഉണ്ടോ എന്നൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത്. അപ്പോൾ പലരും രോഗശാന്തിക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കൊക്കെ ആയിട്ടും ചരട് ജപിച്ച് കെട്ടാറുണ്ട്. അപ്പോൾ ഈ ചരട് ജപിച്ച് കെട്ടുന്നത് വെറുതെ ഇപ്പം ഫാഷനായിട്ട് കെട്ടുന്നവരും ഉണ്ട്. ചില ചരടുകൾ നമ്മളില്ലേ, ചില ചുവന്ന ചരടും അല്ലെങ്കിൽ മഞ്ഞ ചരടും പലതരത്തിലുള്ള ചരടുകളുണ്ടല്ലോ. അപ്പോൾ ഈ പലതരത്തിലുള്ള ചരട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നവഗ്രഹങ്ങളെയും അത് കണക്കിന് ദേവനെയൊക്കെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോരോ ചരടുകളാണ്. പക്ഷെ ഫാഷനായിട്ട് കിട്ടുന്നവർക്ക് അതൊരു വിഷയമല്ല. അല്ലാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജപിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളൊരു അമ്പലങ്ങളിലൊക്കെ പൂജിച്ചു വാങ്ങിയും അല്ലെങ്കിൽ നമ്മൾ ഗുരുക്കന്മാരുടെ രീതിയിലൊക്കെ അവരുടേതായ രീതിയിൽ ജപിച്ച് പ്രാർത്ഥിച്ചൊക്കെ ചരട് കെട്ടുമ്പോൾ അതിൽ മന്ത്രോച്ചാരണങ്ങളൊക്കെ നടത്തിയിട്ടാണ്, ഈ പ്രാർത്ഥന നടത്തിയിട്ടാണ് നമുക്ക് ഈ ചരടിൽ ഒരു ശക്തിയും ചൈതന്യമൊക്കെ പകർന്ന് കിട്ടുന്നത്. അപ്പോൾ ഇത് കെട്ടുന്ന ആളിന് ഒരാത്മവിശ്വാസം വർദ്ധിക്കുന്നു. ഇപ്പോൾ അയാൾക്ക് മാനസികമായിട്ടുള്ള ഭയങ്ങളൊക്കെ നീങ്ങി കിട്ടുന്നു. അപ്പോൾ മിക്ക പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സധൈര്യം നേരിടാനുള്ള ഒരു കഴിവ് ഈ വ്യക്തിക്ക് കിട്ടുന്നു. ഇപ്പോൾ ഇതിലെ ഓരോ ചരടും അതില്ലെങ്കിൽ ഇതിൻ്റെ ഓരോ കളർ അനുസരിച്ചിട്ടുള്ള ചരട് കെട്ടുന്നതിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഉദാഹരണം, കറുത്ത ചരട് കെട്ടിക്കഴിയുമ്പോൾ ശനി രാഹുദോഷങ്ങളൊക്കെ തീർക്കുന്നു. ദൃഷ്ടിദോഷം അകറ്റുന്നതിനും വളരെ നല്ലതാണ്. ഇത് ശിവക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച് വാങ്ങി കെട്ടണം. കെട്ടിക്കഴിഞ്ഞാൽ അത്യുഗ്രനാണ്, നല്ലതാണ്. അത് കണക്ക് ചുവന്ന ചരട്, അത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചൊന്ന് വാങ്ങി നോക്ക്. നിങ്ങളുടെ ചൊവ്വാദോഷങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് തീർക്കാൻ വളരെയധികം ഉപകരിക്കുന്നതാണ്. ശത്രുദോഷം, ബാധാദോഷം എന്നിവ അകറ്റുന്നതിന് ഈ ചുവന്ന ചരട് വളരെ ഉത്തമമാണ്. മഞ്ഞച്ചരടെന്ന് പറയുമ്പോൾ നവഗ്രഹങ്ങളിൽ വ്യാഴപ്രതീകമാണിത്. ധനസൗഭാഗ്യം, അഭിവൃദ്ധി, ദമ്പതികൾക്ക് ഐക്യവർദ്ധന എന്നിവയ്ക്കൊക്കെ ഇത് ഉത്തമമാണ്. ഓറഞ്ച് കാവിച്ചരട്, ഇത് ഒരു സൂര്യപ്രതീകമായിട്ടാണ് നമ്മൾ കണക്കാക്കി വരുന്നത്. ഇത് കെട്ടുമ്പോൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ അകറ്റാനും ശാന്തി, സമാധാനം എന്നിവ ലഭിക്കുവാനൊക്കെ വളരെ അത്യുത്തമമാണ് ഈ ചരട്. അങ്ങനെ വിവിധ നിറങ്ങളിലുള്ള ചരടുകൾ മനസ്സിലായാലും ഇപ്പോൾ ഒരു ഒട്ട ചരടുകൾ ചേർത്ത് വിരിച്ചുണ്ടാക്കുന്നതുണ്ട്. ഇത് ദോഷങ്ങൾ മാറ്റാനും അഭിവൃദ്ധി, ആരോഗ്യം എന്നിവയ്ക്കൊക്കെ ഇത് വളരെ ഉത്തമമായിട്ട് കരുതുന്നുണ്ട്. പിന്നെ ഈ ചരട് നമ്മൾ പൂജിച്ച് ചെയ്ത് തരുമ്പോൾ ഇതൊരു 41 ദിവസം കഴിയുമ്പോൾ പിന്നീട് പുതിയ ചരട് ജപിച്ച് കെട്ടുന്നതായിരിക്കും ഇത് ഉത്തമം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. ഇപ്പോൾ ചരട് ജപിച്ച് കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ പൂജിച്ചും അല്ലെങ്കിൽ നല്ല ഗുരുക്കന്മാരെ കൊണ്ടൊക്കെ പൂജിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിൽ ഫലമുണ്ടാകുന്നത് ആണ്. നന്ദി, നമസ്കാരം.